സുധാകരന്റെ ഒരു വൈകാരിക ഫേസ്ബുക്ക് കുറിപ്പാണ് ഏറ്റവും വാർത്തയായി മാറിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിനെ ചൊല്ലിയാണ് കോൺഗ്രസിൽ കെ സുധാകരൻ കലാപക്കൊടി ഉയർത്തിയിട്ടുള്ളത്. ഡൽഹിയിലെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ നിന്ന് മടങ്ങിയതിന് തൊട്ടു പിന്നാലെ കണ്ണൂരിലെ ത്യാഗങ്ങൾ വിവരിച്ച് ഫേസ്ബുക്കിൽ അതിവൈകാരിക കുറിപ്പാണ് കെ സുധാകരൻ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. കണ്ണൂർ തന്റെ ഹൃദയരക്തമാണെന്നും കണ്ണൂരിലെ കോൺഗ്രസ് എന്നും തന്റെ മേൽവിലാസമാണ് എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ കെ സുധാകരൻ പറയുന്നു. കെ സുധാകരൻ ഡൽഹിയിൽ നിന്ന് മടങ്ങിപ്പോയത് നാട്ടിൽ പരിപാടിയുള്ളത് കൊണ്ടാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറഞ്ഞു. പ്രതികരണങ്ങൾ. ചർച്ച പങ്കെടുക്കാതെയല്ല കെ സുധാകരൻ പോയിരുന്നു. കെ സുധാകരൻ KPCC പ്രസിഡന്റുമായിട്ട് ദീർഘമായിട്ട് ഇന്നലെ സംസാരിച്ചിരുന്നു. കെ സുധാകരന് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല, അതിനൊരു സംശയമില്ല. കെ സുധാകരൻ കണ്ണൂരിലെ സ്ട്രോങ്സ്റ്റ് ലീഡറാണ്, കരുത്തനായ. ഇല്ല, അത് നമ്മൾ ആലോചിക്കേണ്ട. അദ്ദേഹം വീട്ടിൽ ചെന്നാൽ എപ്പോഴും ആളുണ്ടാവും. എനിക്ക് എന്താ അറിയില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ എപ്പോഴും ആളുണ്ടാവും. ഇന്നലെ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ പാർട്ടി തീരുമാനം അദ്ദേഹത്തെ അറിയിച്ച ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്ന പറഞ്ഞ് തീരുമാനം എടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലെപ്പോ ചെന്നാൽ ആളുണ്ടാവും. തീരുമാനം എടുത്തില്ല കോൺഗ്രസ്. ഇല്ല, തീരുമാനത്തിന് സമയമുണ്ടല്ലോ. ഇലക്ഷൻ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. കണ്ണൂരിൽ കെ സുധാകരന്റെ അനുകൂലികളും വൈകാരിക പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. KSനെ ഒരു അപമാനിക്കുന്ന രീതിയിലേക്ക് നേതൃത്വം പോകുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. അദ്ദേഹത്തിന്റെ വാക്കാണ്. കണ്ണൂർ ജില്ലയിലായാലും കേരളത്തിലായാലും കോൺഗ്രസിന്റെ യഥാർത്ഥ പ്രവർത്തകന്മാരുടെ വികാരം അദ്ദേഹത്തിന്റെ വികാരമാണ്. അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തുകയാണ് ചില ആളുകൾ. ചില വലിയ നേതൃത്വത്തിലെത്തിയവർ അദ്ദേഹത്തിന്റെ ത്യാഗങ്ങളെ മറന്നുകൊണ്ട് അദ്ദേഹത്തെ തന്നെ അപമാനിക്കാനും അദ്ദേഹത്തെ വളരെ ജനങ്ങളുടെ ഇടയിൽ ഒരു അധികാരമോഹിയായി ചിത്രീകരിക്കുന്ന രീതിയിലേക്കുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ആ പ്രചരണത്തിനെതിരെ ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്മാർ അരയും തലയും മുക്കി ഇതാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.